വികാരങ്ങൾ അടക്കി നിർത്താൻ സാധിക്കാത്ത ഹാർദിക് പാണ്ഡ്യ. വികാരങ്ങൾക്കപ്പുറം തൻ്റെ നേട്ടത്തിൽ പരിധി വിട്ട് ആഹ്ലാദിക്കുന്ന താരം. ഈയൊരു പ്രകൃതം കൊണ്ട് തന്നെ ആരാധകരെക്കാൾ കൂടുതൽ വിമർശകരുള്ള ക്രിക്കറ്റ് താരമാണ് ഹാർദിക് പാണ്ഡ്യ. തങ്ങളുടെ ഇഷ്ടതാരത്തിനോടുള്ള ആരാധന മൂത്ത് അതേ ടീമിൽ കളിക്കുന്ന ഒരു കളിക്കാരൻ എന്ന പരിഗണന പോലുമില്ലാതെ സ്റ്റേഡിയങ്ങളിൽ കൂകി വിളിക്കുന്നു, അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നു. സ്വന്തം ടീമിൻ്റെ സ്റ്റേഡിയത്തിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ നാണം കെട്ടി നിൽക്കുമ്പോഴും ഹാർദിക് ഹിമാൻഷു പാണ്ഡ്യ എന്ന ഗുജറാത്തുകാരൻ തല തെല്ലും കുനിച്ചിട്ടില്ല. കാരണം അതിലേറെ കടന്നാണ് അയാൾ ഇന്ന് കാണുന്ന മുംബൈയുടെ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ ആയത്. 1993 ഒക്ടോബർ 11 സൂറത്തിലെ ചോരിയാസിയിലായിരുന്നു ഹാർദിക്കിൻ്റെ ജനനം. പാണ്ഡ്യക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പിതാവ് നടത്തി വന്നിരുന്ന കാർ ഫിനാൻസ് സ്ഥാപനം തകരുന്നത്. അതോടെ കടക്കിണിയിലായ ആ കുടുംബം ജന്മനാട് ഉപേക്ഷിച്ച് വഡോദരയിലേക്ക് പോയി. ചെറുപ്പം മുതലേ ക്രിക്കറ്റിൽ താല്പര്യമുള്ള ഹാർദിക്കിനും സഹോദരൻ കൃണാലിനും മെച്ചപ്പെട്ട ക്രിക്കറ്റ് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി ആ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു. വഡോദരയിലെ ഗോർവ പട്ടണത്തിലെ ഒരു 2 മുറി വാടക ഫ്ളാറ്റിൽ മക്കളുടെ സ്വപ്നത്തിന് ചിറകായ ആ പിതാവ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലും മുൻ ഇന്ത്യൻ താരമായ കിരൺ മോറയുടെ ക്രിക്കറ്റ് അക്കാദമിയിൽ അവരെ ചേർത്തു. അവിടെ ഒരേ മികവോടെ ക്രിക്കറ്റ് കളിച്ചു വളർന്ന കൃണാലും ഹാർദിക്കും ക്രിക്കറ്റിൻ്റെ സാങ്കേതിക വശങ്ങൾ പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കി. ക്രിക്കറ്റിൽ ഓരോ ദിവസവും മികവോടെ മുന്നോട്ട് പോകുമ്പോഴും വിദ്യാഭ്യാസം അത്ര മികച്ചതാക്കാൻ ഹാർദിക്കിന് സാധിച്ചില്ല. അങ്ങനെ MK ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ടായ ആ 14കാരൻ ക്രിക്കറ്റിനൊപ്പം തന്നെ ജീവിച്ചു. എന്നാൽ അപ്പോഴും സ്വഭാവം തന്നെയായിരുന്നു അവന് വെല്ലുവിളി. വികാരങ്ങൾ മറച്ചുവെക്കാതെ അവ പുറത്തു കാണിക്കുന്ന ഹാർദിക്കിൻ്റെ ഈ പ്രകൃതം കൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളുമുണ്ടായി. ജൂനിയർ മത്സരങ്ങളിൽ പലതും ഈ സ്വഭാവം കൊണ്ട് തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ടായി. അപ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഹാർദിക്കിന് സാധിച്ചത് കളിക്കളത്തിൽ പുറത്തെടുക്കുന്ന മികവ് ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. 18ാം വയസ്സുവരെ ഒരു ലെഗ് സ്പിന്നറായിരുന്ന ഹാർദിക് പാണ്ഡ്യ 18ാം വയസ്സിൽ അന്ന് ബറോഡ ടീമിൻ്റെ കോച്ചായിരുന്ന സനത് കുമാറിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഫാസ്റ്റ് ബോളിങ്ങിലേക്ക് ചുവടുമാറിയത്. 2013 ബറോഡ ക്രിക്കറ്റ് ടീമിലെത്തിയ ഹാർദിക് പാണ്ഡ്യ 2013-14 സീസണിൽ ബറോഡയ്ക്ക് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. അങ്ങനെ ആഭ്യന്തര മത്സരങ്ങളിൽ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും വിസ്മയം തീർത്ത ഹാർദിക്കിൽ IPL ഫ്രാഞ്ചൈസിയായ മുംബൈ ഇന്ത്യൻസിൻ്റെ കണ്ണു മുടക്കി. അങ്ങനെ 2015 താരലേലത്തിൽ അടിസ്ഥാന വിലയായ 10 ലക്ഷം രൂപയ്ക്കാണ് ഹാർദിക്കിനെ മുംബൈ വാങ്ങുന്നത്. ആ സീസണിലെ നിർണായക മത്സരത്തിൽ കൊൽക്കത്തയ്ക്കെതിരെ 31 പന്തിൽ 61 റൺസ് എടുത്ത ഹാർദിക്കിന്റെ പ്രകടനം മുംബൈക്ക് സമ്മാനിച്ചത് IPL മുംബൈക്കായി നടത്തിയ മികച്ച പ്രകടനം പാണ്ഡ്യയെ ഇന്ത്യൻ ടീമിലും എത്തിച്ചു. 2016 ജനുവരി 27 22ാം വയസ്സിൽ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യക്കായി T20 അരങ്ങേറി. ആദ്യ മത്സരത്തിൽ തന്നെ 2 വിക്കറ്റുകളുമായി ഹാർദിക് വരവറിയിച്ചു. 2ാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ റാഞ്ചിയിൽ നടത്തിയ വെടിക്കെട്ട് ഒരു ബാറ്റർ എന്ന നിലയിലും ഹാർദിക്കിനെ അടയാളപ്പെടുത്തി. 2016 പാണ്ഡ്യയുടെ ഏകദിന അരങ്ങേറ്റം. ധർമ്മശാലയിൽ ന്യൂസിലൻഡിനെതിരെ 32 ബോളിൽ 36 റൺസ് എടുത്ത ഹാർദിക് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മാൻ ഓഫ് ദ മാച്ച് ആകുന്ന 4ാമത്തെ മാത്രം ഇന്ത്യൻ താരവുമായി. 2017 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓവൽ സ്റ്റേഡിയത്തിൽ 43 പന്തിൽ 76 റൺസ് അടിച്ചുകൂട്ടിയ ഹാർദിക് പാണ്ഡ്യ ഏകദിന ടീമിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചു. ബാറ്റർ എന്ന നിലയിൽ തിളങ്ങുമ്പോഴും ബോളിങ്ങിലും മികച്ച പ്രകടനങ്ങൾ ബറോഡ താരത്തിൽ നിന്നുണ്ടായി. 2022 ജൂലൈ 17 ഇംഗ്ലണ്ടിനെതിരെ ഓൾഡ് ട്രാഫോർഡിൽ 24 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തിയ ഹാർദിക് പാണ്ഡ്യ തൻ്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചത്. ആ മത്സരത്തിൽ തന്നെ 71 റൺസ് അടിച്ചുകൂട്ടിയ താരം യുവരാജ് സിംഗിന് ശേഷം ഏകദിനത്തിൽ അർദ്ധ സെഞ്ചുറിയും 4 വിക്കറ്റും എടുക്കുന്ന ആദ്യ താരവുമായി. പലപ്പോഴും പരിക്കാണ് ഹാർദിക് പാണ്ഡ്യയുടെ കരിയറിൽ കഴിനീഴിലായത്. 2016 ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് സീരീസിൽ ഇടം നേടിയ ഹാർദിക്കിന് പരിക്ക് മൂലം ആ മത്സരങ്ങളെല്ലാം നഷ്ടമായി. എന്നാൽ ലങ്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പര്യടനത്തിലൂടെ തിരിച്ചു വന്ന ഹാർദിക് 3ാം ടെസ്റ്റിൽ തന്നെ തൻ്റെ ആദ്യ ടെസ്റ്റ് സെഞ്ചുറിയും കണ്ടെത്തി. ലഞ്ചിനെ പിരിയുന്നതിന് മുൻപ് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റർ എന്ന റെക്കോർഡും ഈ മത്സരത്തിൽ ഹാർദിക്കിന് ലഭിച്ചു. ദേശീയ ടീമിൻ്റെ അഭിവാജ്യ ഘടകമായി മുന്നോട്ട് പോകുന്നതിനിടെ 2019 ടീമിലെ സഹതാരമായ ലോകേഷ് രാഹുലുമായി കോഫി വിത്ത് കരൺ എന്ന TV പരിപാടിയിൽ അശ്ലീല പരാമർശം നടത്തിയ പാണ്ഡ്യ ചില്ലറ വിവാദമൊന്നുമല്ല ഉണ്ടാക്കിയത്. ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പര്യടനങ്ങളുടെ ഭാഗമായി വിദേശത്തായിരുന്ന ഇരുവരെയും BCCI തിരിച്ചു വിളിച്ചു. ഈ വിവാദങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര ബ്രാൻഡായ ഗില്ലറ്റുമായുള്ള പരസ്യ കരാർ പോലും ഹാർദിക്കിന് നഷ്ടമായി. 2019 ജനുവരി 24 BCCI ഇരുവർക്കും ഏർപ്പെടുത്തിയ സസ്പെൻഷൻ പിൻവലിച്ചത്. അങ്ങനെ പരിക്കും വിവാദങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടെ 2022 പാണ്ഡ്യയെ IPL ടീമായ മുംബൈ ഇന്ത്യൻസും കൈവിട്ടു. തുടർന്ന് IPL പുതുതായി കടന്നു വന്ന ഗുജറാത്ത് ടൈറ്റൻസ് ലേലത്തിൽ ഹാർദിക്കിനെ സ്വന്തമാക്കി. ആ സീസണിൽ ഗുജറാത്തിൻ്റെ നായകനായ ഹാർദിക്കിന് കീഴിൽ ഗുജറാത്ത് ആ സീസണിലെ ഏറ്റവും കരുത്തരായ ടീമായി.
കളിക്കളത്തിൽ സഹതാരങ്ങളോട് പോലും അഗ്രസീവ് ആകുന്ന ഹാർദിക്കിനെ ക്രിക്കറ്റ് നിരീക്ഷകരടക്കം വിമർശിച്ചെങ്കിലും ഷെയ്ൻ വോണിന് ശേഷം ഒരു ടീമിനെ ആദ്യ വർഷം തന്നെ കിരീടത്തിലേക്ക് നയിച്ച നായകൻ എന്ന റെക്കോർഡ് ആ സീസണിൽ നേടിയ ഹാർദിക്കിന് മുന്നിൽ ആ വിമർശനങ്ങളൊക്കെ തളർന്നു വീണു. തൊട്ടടുത്ത വർഷവും ഗുജറാത്തിനെ ഫൈനലിലെത്തിച്ച ഹാർദിക്കിന് ഫൈനലിലാണ് അടിപതറിയത്. ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് പരാജയപ്പെട്ട് ആ സീസണിൽ 2ാം സ്ഥാനത്തേക്ക് ഗുജറാത്ത് പിന്തള്ളപ്പെട്ടു. എന്നാലും 2 സീസൺ കൊണ്ട് തന്നെ IPL സക്സസ്ഫുൾ ക്യാപ്റ്റൻ എന്ന പേരെടുത്ത ഹാർദിക് പാണ്ഡ്യയിൽ മറ്റ് IPL ഫ്രാഞ്ചൈസികളും കണ്ണുവെച്ചു. എന്നാൽ മുൻ ടീമായ മുംബൈ നൽകിയ ഓഫറാണ് ഹാർദിക് തിരഞ്ഞെടുത്തത്. 15 കോടി രൂപയും നായക സ്ഥാനവും നൽകാമെന്നുള്ള മുംബൈയുടെ വാഗ്ദാനത്തിൽ ഹാർദിക് തൻ്റെ പഴയ ടീമിലേക്ക് ചേക്കേറി. 15 കോടി എന്നാണ് ഔദ്യോഗിക കണക്കെങ്കിലും അതിലും പല മടങ്ങ് ഇരട്ടി മുംബൈ ഹാർദിക്കിന് വേണ്ടി എറിഞ്ഞു എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ. എന്നാൽ തന്നെ താനാക്കിയ മുംബൈയിലേക്കുള്ള ഹാർദിക്കിൻ്റെ മടങ്ങിവരവ് മുംബൈ ആരാധകർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മുംബൈയെ 5 IPL കിരീടങ്ങളിലേക്ക് എത്തിച്ച രോഹിത് ശർമ്മ എന്ന നായകനെ പടിയിറക്കി വിട്ടുകൊണ്ട് ഹാർദിക്കിനെ നായകനാക്കാനുള്ള മാനേജ്മെൻറ്റ് തീരുമാനം സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായി. ആരാധകർ ചേരി തിരിഞ്ഞ് ഹാർദിക്കിനെതിരെ സൈബർ അതിക്രമങ്ങൾ പടച്ചുവിട്ടു. സീസണിലെ ആദ്യ മത്സരങ്ങളിലെല്ലാം പരാജയപ്പെടുമ്പോഴും ഹാർദിക്കിൻ്റെ രക്തത്തിനായുള്ള മുറവിളി കൂടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഇന്നലെ ഡൽഹിക്കെതിരെയാണ് മുംബൈ സീസണിലെ ആദ്യ വിജയം നേടുന്നത്. വിവാദങ്ങളും വിമർശനങ്ങളും ഒന്നും ഹാർദിക് ഹിമാൻഷു പാണ്ഡ്യ എന്ന ഗുജറാത്തുകാരനെ ഒരു കാലത്തും ബാധിച്ചിട്ടില്ല. ഹാർദിക്കിൽ നിന്ന് ഒരു 6ാം കിരീടമാണ് മുംബൈ പ്രതീക്ഷിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ എന്ന പേരിൽ വിശ്വാസമുള്ള നാൾ വരെ മുംബൈ അജയ്യർ തന്നെയാണ്. വരുന്ന മത്സരങ്ങൾ കൂടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചാൽ ഹാർദിക്കിനെതിരെയുള്ള വിമർശനങ്ങളുടെ തീവ്രതയും കുറയും. ടീമിൽ പോലും വിമത ശബ്ദം ഉയർന്ന എന്ന ആരോപണങ്ങൾക്കിടയിൽ ഈ സീസണിൽ മുംബൈക്ക് കുതിപ്പ് തുടരാനായാൽ ഹാർദിക് പാണ്ഡ്യയുടെ മറ്റൊരു തിരിച്ചുവരവിന് കൂടി ഈ IPL സാക്ഷ്യം വഹിക്കും. ക്രൂശിക്കപ്പെട്ടവനിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനിലേക്ക് കൂടിയുള്ള ആ യാത്ര കൂടിയാണ് ഹാർദിക് പാണ്ഡ്യ എന്ന നായകൻ ലക്ഷ്യമിടുന്നതും.